എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റ് കളിയും വഞ്ചനയുമാണെന്ന് ഉദ്ധവ് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത്. കേന്ദ്ര ഭരണകക്ഷിയെ പ്രീതിപ്പെടുത്താനുള്ള നാടകമെന്ന് പ്രതിപക്ഷ നേതാവ് വിജയ് വട്ടേറ്റിവർ. മത്സരം മോദിയും ജനങ്ങളും തമ്മിലായിരുന്നുവെന്നും ഇന്ത്യ സഖ്യം 300 സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ് നേതാവ് നാനാ പട്ടോളെ. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുതി സഖ്യം തൂത്തുവാരുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചതിനെതിരെയാണ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയത്. ഉദ്ധവ് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത്, കോൺഗ്രസ് നേതാക്കളായ നാനാ പട്ടോളെ, പ്രതിപക്ഷ നേതാവ് വിജയ് വട്ടേറ്റിവർ എന്നിവരാണ് പ്രതികരിച്ചത്. എക്സിറ്റ് പോളുകൾ കോർപ്പറേറ്റുകൾ നടത്തുന്ന കളിയും വഞ്ചനയുമാണെന്ന് സഞ്ജയ് റാവുത്ത് കുറ്റപ്പെടുത്തി. മാധ്യമ കമ്പനികൾക്ക് മേൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദമുണ്ടെന്നും റാവുത്ത് ചൂണ്ടിക്കാട്ടി. 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ ഇന്ത്യ സഖ്യം 295 മുതൽ 310 വരെ സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിക്കുമെന്ന് സഞ്ജയ് റാവുത്ത് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും ജനങ്ങളുടെ വികാരമറിയുകയും ചെയ്യുന്നതിനാൽ എക്സിറ്റ് പോളുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലെന്നും റാവുത്ത് പറഞ്ഞു. അതേസമയം മഹാരാഷ്ട്രയിൽ MVA സഖ്യം മൊത്തം 48 സീറ്റുകളിൽ 35-ലധികം സീറ്റുകൾ നേടുമെന്നും റാവുത്ത് അവകാശപ്പെട്ടു. കേന്ദ്ര ഭരണകക്ഷിയെ പ്രീതിപ്പെടുത്താനാണ് എക്സിറ്റ് പോളുകൾ നടത്തിയതെന്ന് മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് വിജയ് വട്ടേറ്റിവാർ പറഞ്ഞു. ജൂൺ 4-ന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും വട്ടേറ്റിവാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ 35-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നും അവകാശപ്പെട്ടു. അതേസമയം ഇന്ത്യ സഖ്യം 300-ലധികം സീറ്റുകൾ നേടുമെന്നും മഹാരാഷ്ട്രയിൽ 35 സീറ്റുകൾ ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് നേതാവ് നാനാ പട്ടോളയും അവകാശപ്പെട്ടു. महाराष्ट्रामध्ये आजही आमचा दावा आहे. महाविकास आघाडीचे जे उमेदवार आहेत 35 ते 40च्या घरापर्यंत निवडून येतील. आजही आमचा दावा आहे. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം നരേന്ദ്രമോദിയും ജനങ്ങളും തമ്മിലായിരുന്നുവെന്നും പട്ടാളെ ചൂണ്ടിക്കാട്ടി. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.